എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു വെള്ളക്കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങ ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ഈ കറി ഇന്ന് സെർവ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ട അരി കൊണ്ടുണ്ടാക്കിയ പുട്ടിൻ്റെ കൂടെയാണ്. ഈ പുട്ടിൻ്റെ റെസിപ്പി നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇന്ന് നിങ്ങളുമായിട്ട് പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഒരു സ്റ്റീൽ കടായിയാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് വന്നിട്ടുള്ളത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ്. ഇവർ പുതിയൊരു ലോഞ്ച് നടത്തുകയുണ്ടായി. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറിൻ്റെ പലതരം വെറൈറ്റിയിലുള്ള പാത്രങ്ങളാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഹെൽത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രങ്ങളുടെ കുറച്ച് കളക്ഷൻസ് അവിടെയുണ്ട്. അതുപോലെ ഇതൊരു വാല്യൂ ഫോർ മണിയാണ്. നമ്മൾ ഒരു തവണ ഇത് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇത് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്കിയാണ്. സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അടികട്ടിയില്ലാത്തതാണ് കിട്ടുക. അപ്പോൾ അത് അടിയിലൊക്കെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. അതുപോലെ തന്നെ സ്ക്രാച്ച് വീഴില്ല. ക്ലീൻ ചെയ്യാനായിട്ടും വളരെ ഈസിയാണ്. അങ്ങനെയുള്ള കുറച്ച് കളക്ഷൻസാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ വാങ്ങിച്ചിട്ട് കാശ് കളഞ്ഞ് നമ്മളത് സ്ക്രാച്ച് വീഴുമ്പോൾ നമ്മളെടുത്ത് കളയുക അതേ വഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ എനിക്ക് ഇവർ അയച്ചു തന്നിരിക്കുന്ന ഒരു സ്റ്റീൽ ചീനിച്ചട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഇത് നാട്ടിലേക്കാണ് ഇവർ ഇപ്പം നമുക്ക് ഡെലിവറി ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമേ ഇപ്പോൾ അവർക്ക് ഡെലിവറി ഉള്ളൂ, പുറം രാജ്യങ്ങളിലേക്കില്ല. അതുകൊണ്ട് ഞാൻ നാട്ടിൽ വരുത്തിയിട്ട് ഞാൻ ഇനി വെക്കേഷന് പോകുമ്പോഴാണത് ഇവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ലക്ഷ്മിയാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു പാക്കിലാണ്. അപ്പോൾ അകത്തും അത്യാവശ്യം നല്ലൊരു കവറിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ക്ലീനിങ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാനുവലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടായിയുടെ വെയിറ്റ് വന്നിട്ട് 1.3 കിലോഗ്രാമാണ് വെയിറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 28 സെൻറ്റിമീറ്ററാണ്. നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്റ്റീലാണ്. ഇത് ഇൻഡക്ഷൻ അടുപ്പിലും ഈസി ആയിട്ട് വർക്കാവുന്ന നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലാണ്. ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു ചീനിച്ചട്ടി വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു പാത്രമാണിത്. പിന്നെ ഇതെങ്ങനെയാണ് വാങ്ങുന്നത് നോക്കാം. അവരുടെ സൈറ്റിലേക്ക് നമ്മൾ പോകാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ന്യൂ അറൈവൽസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം ആണ് പുതിയ അറൈവൽസ് ഇട്ടിട്ടുള്ളത്. പല വെറൈറ്റിയിലുള്ള സ്റ്റീൽ പാത്രങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ കടായി വന്നിട്ട് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 5,000 ആണ്. ആഫ്റ്റർ ഡിസ്കൗണ്ട് 2,999 ആണ്. ഈ 2,999 പുറത്താണ് നമ്മുടെ 15% കൂപ്പൺ കോഡായിട്ടുള്ള ബിൻസി നിങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15% കൂടി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ BINC ബൈ ബിൻസി ആണ്. അപ്പോൾ വിശദമായിട്ട് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വാങ്ങിക്കുക. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഹെൽത്തി കുക്കിങ്ങിന് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് കടല തലേദിവസം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം 8 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. കടല വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുക്കറിലേക്ക് കടല കഴുകിയിട്ട് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് കടലയ്ക്ക് ഒരു 3 കപ്പ് വെള്ളം മിനിമം വെക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ കടലയ്ക്ക് മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ടത് വെന്ത് പാകത്തിന് കിട്ടുക. അപ്പോൾ നമ്മൾ തീ ഓൺ ആക്കിയിട്ടുണ്ട്. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ തീ വെക്കേണ്ടത് ആദ്യം. അപ്പോൾ ഇനി നമ്മൾ കടലയായാലും പയറായാലും വേവിക്കുമ്പം അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കടല വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക് 2 എണ്ണമാണ് കീറിയത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കടലയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ അത് വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 1 നുള്ള് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. കടലയ്ക്ക് ഒന്നുകൂടെ നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കടലയ്ക്ക് നല്ലൊരു കളറും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് കടലയ്ക്ക് നല്ലൊരു കളറും മണവും ഒക്കെ കിട്ടും. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ 1 വിസിലടിക്കുക. പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ആക്കിയതിന് ശേഷം ഒരു 4 വിസിലും കൂടി അടിച്ച് മൊത്തത്തിൽ 5 വിസിലാണ് ഇത് വേണ്ടത്. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം ഇതിൻ്റെ അടപ്പ് തുറക്കാം.
അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പുട്ടിനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചതച്ച് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇടികല്ലാണ് എടുത്തിരിക്കുന്നത്. ഇടികല്ലിലോ അരകല്ലിലോ ചതയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരുപാടങ്ങ് കൂടണ്ട, ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം എന്ന് പറഞ്ഞ ജീരകമാണ്. ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. ഈ ഏലക്കയും കൂടെയൊക്കെ ചേർക്കുമ്പോൾ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇത് മിക്സിയിലിട്ടും അരച്ചെടുക്കുന്നതിനെക്കാട്ടിൽ നല്ലത് എപ്പോഴും ഇതുപോലെ ചതച്ച് എടുക്കുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇഞ്ചിയെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലാണ് കടലക്കറിക്ക് ഞാൻ എടുക്കാറുള്ളത്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് വലുപ്പത്തിലുള്ളത്. ചതച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. ഈ പാത്രം നോൺ സ്റ്റിക്ക് അല്ല, ഇതൊരു കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ്. ഇത് നമ്മൾ വാങ്ങിച്ചത് ഐക്കിയിൽ നിന്നാണ്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇട്ടതാണ്. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ട് കടുകിടുക. അപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇവിടെ കിട്ടുന്ന റേപ്പ് സീഡ് ഓയിലിൻ്റെ കോൾഡ് പ്രസ്ഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് റിഫൈൻഡ് ഓയിലല്ല. അപ്പോൾ എണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പെരിഞ്ജീരകം അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കരിയാതെ ഇത് മൂപ്പിച്ച് എടുക്കണം. ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ കടലക്കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പിടി ചെറിയ ഉള്ളി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കടലക്കറിക്കൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഒരുപാട് നൈസായിട്ടൊന്നും അല്ല അരിഞ്ഞേക്കുന്നത്, ഒരു 2ആയിട്ട് കീറിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി മാത്രം ചേർത്താലും മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചെറിയൊരു സവാളയും കൂടി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സവാളയും കൂടി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചെറിയുള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് വേവിക്കുമ്പോൾ ചേർത്താണ്, കുറച്ച് മുളക് പൊടി. അപ്പോൾ അതിൻ്റെ ബാക്കി മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി മഞ്ഞൾപ്പൊടി. അതോടൊപ്പം തന്നെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി നമ്മളിനി കൂടുതൽ ചേർക്കണം. ഒരു 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ശ്രദ്ധിക്കണം, ടീസ്പൂണാണ്, വലിയ സ്പൂണല്ല. മല്ലിപ്പൊടിയൊക്കെ ഒരുപാട് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ വെറും 2.5 ടീസ്പൂൺ മാത്രം ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്താൽ മതി. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ മാറ്റിയെടുക്കണം, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പച്ചയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറി നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റിൽ കിട്ടില്ല. അപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. വെള്ളം വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാര ചേർക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പഞ്ചസാര ചേർക്കുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അത് കഴിഞ്ഞിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. എൻ്റെ കുഞ്ഞുനാളെ തൊട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കടലക്കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകി വരുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്